തൃശൂർ പൂരം കലക്കലിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളി VS സുനിൽകുമാർ. പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഒന്നാം പ്രതി അന്നത്തെ ജില്ലാ കളക്ടറാണെന്നും ദേവസ്വത്തെ പ്രതി ചേർത്തതിൽ യോജിപ്പില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് BJPയെ സഹായിക്കാനാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. പോലീസിന്റെ തെറ്റായ നീക്കങ്ങളാണ് പൂര ദിവസം പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്ന് തിരുവമ്പാടി ദേവസ്വവും പ്രതികരിച്ചു. അതേസമയം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കട്ടെ എന്ന നിലപാടിലാണ് ADGP. ആദ്യം നമുക്ക് പ്രതികരണങ്ങൾ കേൾക്കാം. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതിൽ പ്രധാനപ്പെട്ട പങ്കാളിയാണ് എങ്കിൽ അത് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ട ആള് അന്നത്തെ ജില്ലാ കലക്ടറാണ്. ഈ പൂരം അലങ്കോലപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായത് കലക്ടറുടെ നിസ്സംഗത മനോഭാവം അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള നിസ്സംഗത മൂലമാണ്. തിരുവമ്പാടി ഒരു ദേവസ്വം ഈ വിഷയത്തിൽ പ്രതിയാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. പൂരത്തെ വിവാദമാക്കി നേട്ടം കൊയ്യാൻ BJPക്ക് CPM അവസരമുണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. സമാനമായ രീതിയിലാണ് 2024 പൂരം കലക്കൽ ചടങ്ങ് നടത്തിയത്. ആ ഒരു സംഭവത്തോടു കൂടിയാണ് ബഹുമാന്യനായ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. തൃശ്ശൂർ പൂരം എന്നുള്ളത് വർഷങ്ങളായിട്ട് 100, 150, 200 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഘടകപൂരങ്ങളാണ് നടത്തുന്നത്. അത് പോലീസ് ഈ കഴിഞ്ഞ 2024 എന്താ പറയുക തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ ആ തെറ്റായ ഒരു പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിൽ. ജെയ്സൺ ജാമോളപ്പിലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ജെയ്സൺ, പൂരം വിവാദം അവസാനിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഇതാ വീണ്ടും ചർച്ചയാവുകയാണ്. വിനീത, 3 പേരും ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളുകയാണ്. പക്ഷേ 3 തലങ്ങളിലാണ് അത് തള്ളുന്നതെന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ആദ്യം തിരുവമ്പാടി ദേവസ്വം തന്നെ പ്രതികരിച്ചത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിനാണ്. പോലീസിന്റെ ഉത്തരവാദിത്തം മറച്ചുവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ തങ്ങൾക്ക് വേദനയുണ്ട്. പോലീസിന്റെ നിസ്സംഗത, പോലീസിന്റെ പ്രശ്നങ്ങളാണ് പൂരം കലങ്ങുന്നതിനിടയാക്കിയതെന്നാണ് അവർ പറയുന്നത്. റിപ്പോർട്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതിനുശേഷം തുടർ നടപടികൾ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ BJPയെ സഹായിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിറക്കിയ റിപ്പോർട്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം VS സുനിൽകുമാർ പറയുന്നത് ഇതിൽ ഒന്നാം പ്രതി അന്നത്തെ ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിലെ ചില വ്യക്തി താല്പര്യം, രാഷ്ട്രീയ താല്പര്യമുള്ളവർ, അങ്ങനെ പലരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനമാണ് VS സുനിൽകുമാർ നടത്തുന്നത്. ഏതായാലും നേരത്തെ വിനീത സൂചിപ്പിച്ച പോലെ പൂരം കലക്കൽ വിവാദം അവസാനിക്കുന്നില്ല. അത് തുടർചലനങ്ങളുണ്ടാകും. വരും നാളുകളിലും അതുണ്ടാകുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പോലീസിന്റെ ഇതിൽ വീഴ്ച ആ റിപ്പോർട്ടിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഗൂഢാലോചനയ്ക്ക് സംശയിക്കുന്നത്. വിനീത, ശരി. ജെയ്സൺ ജാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.